നമസ്കാരം. സഹായി.comന്റെ എക്സൽ ടൂൾ പഠന പരമ്പരയിൽ ഇന്ന് ഒരു പുതിയ എക്സൽ ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. EF ഡോൺ ക്രിയേറ്റർ. നമുക്കെല്ലാം അറിയാം, സർക്കാർ ജീവനക്കാർക്ക് പൊതുവായുള്ളത് ജനറൽ പ്രോവിഡന്റ് ഫണ്ടാണ്. അതുപോലെ മഹാഭൂരിപക്ഷം സർക്കാർ ജീവനക്കാരും സ്പാർക്ക് സംവിധാനത്തിലൂടെ ശമ്പളം കൈപ്പറ്റുന്നവരുമാണ്. ഇങ്ങനെ സ്പാർക്കിലൂടെ ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം EF ഡോണിൻ്റെ അപേക്ഷ കൊടുക്കുക വളരെ എളുപ്പമാണ്. സ്പാർക്കിലൂടെ തന്നെ അവരുടെ അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ കഴിയും. എന്നാൽ സ്പാർക്കിലൂടെ ശമ്പളം കൈപ്പറ്റാത്ത പഞ്ചായത്ത് എംപ്ലോയീസ്, അതുപോലെ എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ്, ഇവരെ സംബന്ധിച്ചിടത്തോളം EFൽ നിന്നും വായ്പ എടുക്കണമെങ്കിൽ ടെമ്പററി അഡ്വാൻസ് ആയാലും നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയാലും എടുക്കണമെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള ഫോറങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി ട്രഷറി സമർപ്പിക്കേണ്ടി വരും. ഇത്തരക്കാർക്ക് വേണ്ടി വളരെ വേഗത്തിൽ കൃത്യമായി വിവിധ ഫോറങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു എക്സൽ ടൂളാണ് EF ഡോൺ ക്രിയേറ്റർ. പഞ്ചായത്ത് എംപ്ലോയീസ് തൻ്റെ ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ടുള്ളവരുണ്ട്, പഞ്ചായത്ത് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടുള്ളവരുണ്ട്, അതുപോലെ എയ്ഡഡ് സ്കൂൾ മേഖലയിൽ എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടുള്ളവരുണ്ട്. ഇവർക്കെല്ലാം തന്നെ ഈ ടൂൾ ഉപയോഗിച്ച് EF ഡോണിനുള്ള അപേക്ഷ തയ്യാറാക്കി. നമുക്ക് ആദ്യമായിട്ട് ഈ എക്സൽ ടൂൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. സഹായി.comന്റെ വെബ് അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് സഹായി.comന്റെ വെബ് അഡ്രസ്. ഇവിടെ കാണാം. ഇത് നമ്മുടെ ബ്ലോഗാണ്. ഈ ബ്ലോഗിൽ സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഒട്ടനവധി ടൂളുകൾ, യൂസർ ഗൈഡുകളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബ്ലോഗിൽ തന്നെ എക്സൽ ടൂളുകൾക്ക് വേണ്ടി മാത്രമായി നീക്കി വെച്ചിട്ടുള്ള പ്രത്യേക പേജാണ് എക്സൽ ടൂൾസ് എന്ന് പറയുന്ന ഈ പേജ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ആ പേജിലേക്ക് പോയി കഴിഞ്ഞു. ഇതിൽ നിന്നും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഒരു ഡൗൺലോഡ് ക്ലിക്ക് ബിലോ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെ നമ്മുടെ EF ഡോൺ ക്രിയേറ്റർ വേർഷൻ 6 ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് കാണാൻ കഴിയും. PDF ഫയലിൻ്റെ പേജാണ്. ഇവിടെ ഈ പറയുന്ന ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ജോലിയെ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ എവിടെ ഫയൽ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് അങ്ങനെ സേവ് ചെയ്യുകയാണ്. സേവ് കൊടുക്കുന്നു. ഇനി ഈ ഡൗൺലോഡ് ചെയ്ത എക്സൽ ടൂള് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നൊന്ന് നോക്കാം. നമുക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്ത എക്സൽ ടൂള് ഇവിടെ ഡെസ്ക്ടോപ്പിൽ തന്നെ വന്ന് കിടക്കൊണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതാണ്, ഇതാണ് ഇതിൻ്റെ ഹോം പേജ്. ഇതിന് ഈ ടൂൾ ഉപയോഗിക്കാനുള്ള ചെറിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ പറയുന്നുണ്ട്. വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഓരോ പേജിലേക്കും പോകാനുള്ള ലിങ്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിലേക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ താഴെ തന്നെ ഓരോ ഷീറ്റായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഡോൺ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ്, കുറേ ഡേറ്റാസ് നമ്മൾ അതിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ആ ഡേറ്റ എല്ലാം കൊടുക്കുന്നത് ബേസിക് ഡേറ്റ എന്ന ഈ ഒരു ഷീറ്റിലാണ്. ഈ ഒരു ഷീറ്റിൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഡേറ്റ എൻട്രി നടത്തുന്നത്. ബാക്കി ഒരിടത്തും നിങ്ങൾ ഡേറ്റ എൻട്രി നടത്തേണ്ടതില്ല, നടത്താൻ കഴിയുകയില്ല. അതെല്ലാം ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ്. കാര്യം നമ്മുടെ ടൂള് കൃത്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പേജുകൾ ലോക്ക് ചെയ്തെങ്കിലേ കഴിയും. ഇനി ബേസിക് ഡേറ്റ എന്ന ഷീറ്റിൽ ആദ്യം നിങ്ങൾ നോക്കാനുള്ള നിങ്ങൾ ഏത് EFലാണോ, അതായത് ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ടാണോ, അത് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ജനറൽ പ്രോവിഡൻറ്റ് ഫണ്ടാണോ, കേരള പഞ്ചായത്ത് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടാണോ, എയ്ഡഡ് സ്കൂൾ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടാണോ എന്ന കാര്യം ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യണം. സ്പാർക്ക് സംവിധാനത്തിലൂടെ ശമ്പളം വാങ്ങുന്നവരെക്കാണ് മഹാഭൂരിപക്ഷം പേരും GPF. അതിൽ തന്നെ ആയിട്ട് ഞാൻ GPFിലേക്ക് പോകുന്നില്ല. GPFിലും ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ APEF, ഏറ്റവും കൂടുതൽ ജീവനക്കാർ, എൻ്റെ പഞ്ചായത്ത് ജീവനക്കാർ, ഞാനും പണ്ട് APEFൻ്റെ അംഗത്വമുള്ള ആളായിരുന്നു.
നമുക്ക് APEPF ഞാൻ കൂടുതൽ ശ്രദ്ധ ഊന്നുന്നത്. ഞാൻ അത് തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ജനറൽ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ആ എംപ്ലോയിയുടെ പേര്, അയാളുടെ ഡെസിഗ്നേഷൻ, അയാളുടെ പെർമനൻറ്റ് എംപ്ലോയി നമ്പർ, അതിൻ്റെ PF അക്കൗണ്ട് നമ്പർ, ടൈപ്പ് ഓഫ് അഡ്വാൻസ്. നമുക്കെല്ലാം അറിയാം, അഡ്വാൻസ് നമ്മൾ എടുക്കുന്നത് PF നിന്ന് എടുക്കുന്ന 2-3 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്ന് ടെമ്പററി അഡ്വാൻസ് ആണ്, താൽക്കാലിക വായ്പ എന്ന് പറയുന്നത് ടെമ്പററി അഡ്വാൻസ് TA. രണ്ടാമത് തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആണ് NRI. ടെമ്പററി അഡ്വാൻസ് ആയി എടുത്ത തുക പിന്നീട് നമ്മൾ നോൺ റീഫണ്ടബിൾ അഡ്വാൻസിലേക്ക് കൺവേർട്ട് ചെയ്യാറുണ്ട്, കൺവേർഷൻ. അങ്ങനെ 3 ഓപ്ഷനാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുക. 3 ഓപ്ഷൻ. ഞാൻ TA തന്നെ എടുക്കുന്നു. അത് ഏതാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇതനുസരിച്ച് ഇതിൻ്റെ ഫോറങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിങ്ങളിത് സെലക്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ഡൗൺലോഡ് നടക്കുന്ന ക്രെഡിറ്റ് കാർഡ്, അതിൻ്റെ റെഫറൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ ജീവനക്കാരുടെ മന്ത്ലി പേ നമ്മൾക്ക് അറിയാവുന്നതാണ്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പ്രകാരമുള്ള ബാലൻസ് തുക, നമ്മുടെ EF അക്കൗണ്ടിൽ നിലനിൽക്കുന്ന തുക ഏതാണോ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ് എന്നാണ്. ഹെഡ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ APEPFൻ്റെ വേറെ അക്കൗണ്ടാണ്, GPFൻ്റെ വേറെ അക്കൗണ്ടാണ്. അപ്പോൾ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ജനറൽ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ ടെമ്പററി അഡ്വാൻസ് എടുക്കുന്നതിന് കുറച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ എമൗണ്ട് ഓഫ് അഡ്വാൻസ് റിക്വയർഡ്, എത്ര രൂപയാണ് നിങ്ങൾ ടെമ്പററി അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നിങ്ങൾ തിരിച്ചടയ്ക്കുക, ചിലർ 30,000, ചിലർ 20,000, ചിലർ 10,000, എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി റേറ്റ് ഓഫ് റീപേയ്മെൻറ്റ്, അപ്പം നമ്മൾ ഗഡുക്കളെന്ന് പറയുമ്പോൾ ആ ഗഡുക്കളിൻ്റെ റേറ്റ് ഓഫ് റീപേയ്മെൻറ്റ് എത്രയാണ്. അപ്പോൾ അത് 5,000 അല്ലെങ്കിൽ 6,000 എന്തോ തുകയായാലും അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പെൻഡിങ് റിക്കവറി ആയിട്ടുള്ള അഡ്വാൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ വിവരങ്ങൾ എന്തൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് കൂടുതൽ വിശദീകരണം അതിനകത്ത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ നിങ്ങൾക്ക് അനുവദിച്ച പ്രീവിയസ് ലോൺ, അതിൻ്റെ ഓർഡർ നമ്പരും ഡേറ്റുമാണ് ഈ ഒരു കോളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ കൺസോൾട്ടേറ്റഡ് എമൗണ്ടോട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും, പ്രത്യേകിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈറ്റ് ഫീൽഡ്, അതായത് വെള്ള കളറിലുള്ള സെല്ലുകളിൽ മാത്രം വിവരങ്ങൾ എൻ്റർ ചെയ്താൽ മതിയാകും. ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. പിന്നെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നിങ്ങളുടെ ട്രഷറി, പിന്നെ സ്ഥലം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഏത് മാസമാണ് എന്നുള്ളതും കൂടെ കൊടുക്കാം. ഇനി നമ്മുടെ ഡെസിഗ്നേഷൻ ഡ്രോയിങ് ഓഫീസർ ആരാണോ നമ്മുടെ ഓഫീസ് ഹെഡ്, അപ്പം നമുക്കുള്ള ശമ്പളം നിന്ന് ഡ്രോയിങ് ഓഫീസറുടെ പേരും അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷനും അവിടെ കൊടുക്കുക. ടെമ്പററി അഡ്വാൻസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾ ഇത്രയും വിവരങ്ങൾ കൊടുത്താൽ മതി. ഇനി നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആണെങ്കിൽ കുറേ കൂടി വിവരങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ ഒബ്ജക്റ്റ് ഓഫ് വിഡ്രാവൽ, ചിലപ്പോൾ NRIയുടെ വിഡ്രാവലിൻ്റെ ഒബ്ജക്റ്റ് വേറെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ റെസിഡൻഷ്യൽ അഡ്രസ്സ്, നമ്മുടെ വീട്ട് അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടി വരുന്നു. മറ്റേ TA അത് ചോദിച്ചിരുന്നില്ല. പിന്നെ DA, എത്ര രൂപയാണ് നിങ്ങൾ NRI നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തുക നിങ്ങൾ അവിടെ കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് ഓൺ സൂപ്പർ ആനിവേഷൻ, നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സർവീസിന് കയറിയ ഡേറ്റ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇനി റിട്ടയർമെൻറ്റ് ഡേറ്റ് ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ട് എത്ര വർഷത്തെ സർവീസ് നിങ്ങൾക്കുണ്ടെന്ന് സിസ്റ്റം തന്നെ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എത്ര കൊല്ലത്തെ സർവീസ് നമുക്കുണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസ്പ്ലേ ആയിക്കോളും. ഇങ്ങനെ ഈ ചോദിച്ചിരിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഈ വലത്ത് വശത്തെ നമ്മളെ സെൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നേ ഉള്ളൂ. നമ്മളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നമ്മുടെ സാങ്ഷനിങ് ഓഫീസറുടെ പേര്, ബാങ്കിൻ്റെ ബ്രാഞ്ച്, ഇങ്ങനെ ഒത്തിരി പേര്. ഇത് എല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രസക്തം തോന്നുന്നതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഫില്ലപ്പ് ചെയ്യാം. ഇത് അത് വേണമെന്നില്ല.
ഇനി അടുത്തെന്ന് പറയുമ്പോൾ കൺവേർഷൻ ഓഫ് ടെമ്പററി അഡ്വാൻസ് ടു നോൺ റീഫണ്ടബിൾ അഡ്വാൻസ്. അപ്പോൾ ടെമ്പററി അഡ്വാൻസിനെ നോൺ റീഫണ്ടബിൾ അഡ്വാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഇത്തരം വിവരങ്ങൾ കൂടി ഫോറത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബേസിക് ഡേറ്റായ വായിച്ച് നോക്കിയാൽ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സാലറി ഡീറ്റെയിൽസ് നിർബന്ധമാണ്. അപ്പോൾ സാലറി ഡീറ്റെയിൽസിനകത്ത് ഈ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രാവൽസ് അത് കൃത്യമായിട്ട് നമ്മളിവിടെ കൊടുക്കണം. അപ്പം മന്ത്ലി ഓരോ സാലറി മന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓരോ മാസത്തെയും PF സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് കൊടുക്കാം. പിന്നെ അതേകണക്ക് തന്നെ ചിലപ്പോൾ നേരത്തെ ഉള്ള റീഫണ്ട് കാണും, അതുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഈ ഇദ്ദേഹത്തിന് ഇവിടെ റീഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗ്രോസ് എമൗണ്ട് നെറ്റ് എമൗണ്ട് ഇങ്ങനെ ഇട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് എൻഗേജ്മെൻറ്റ് ഓഫ് തബിൻ്റെ ഇതെല്ലാം നമുക്ക് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷനിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹെഡ് ഓഫ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ഹെഡ് ഓഫ് അക്കൗണ്ട് ടൈപ്പ് ചെയ്ത് അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പക്ഷേ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ശേഷം നമ്മുടെ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത DA തുക, അത് വിഡ്രാവൽ അലൗഡായിട്ടുള്ള DA തുക, അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്. ഏതാണ്ട് 100% പേർക്കും ഈ പറയുന്നില്ലായിരിക്കും. അതിനുള്ള നമുക്ക് എല്ലാം അറിയാം, DA ഒക്കെ കിട്ടിയിട്ട് കാലം കുറയായി. ഈ ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ശേഷം ഏതെങ്കിലും വിഡ്രാവൽസ് വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസാണ്. ഇതും മിക്കവാറും ഒക്കെ എല്ലാവർക്കും ബിൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. നമ്മൾ B1 സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത് ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ശേഷം PF അക്കൗണ്ടിലേക്ക് വന്നതും എന്നാൽ വിഡ്രാവൽ പീരിയഡ് കംപ്ലീറ്റഡ് ആകാത്തതുമായ DA തുകയുടെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതും നമ്മളവിടെ കൊടുക്കുന്നു. ഇത് നമ്മുടെ സർവീസ് ഹിസ്റ്ററി. അത് ഓരോ ജീവനക്കാരനും ഓരോരോ ആപ്പീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പീസിൻ്റെ പേരും അയാളുടെ അന്നത്തെ ഡെസിഗ്നേഷനും ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെ അയാളുടെ സർവീസിനുണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൂടി ഇവിടെ ആഡ് ചെയ്യണം. ഇത്രയും വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ PF ലോൺ തയ്യാറാക്കുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഒരു തർക്കമില്ല ആ കാര്യത്തിൽ. ഇത്രയും വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ആപ്ലിക്കേഷനെല്ലാം സർക്കാർ പറഞ്ഞിട്ടുള്ള നിർദ്ദിഷ്ട ഫോറത്തിൽ അല്ലെങ്കിൽ നിർദ്ദിഷ്ട രീതിയിൽ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നമ്മുടെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രാവൽസ് ഇതെടുത്ത് കഴിഞ്ഞാൽ അതാ നോക്കൂ, നമ്മളെ ബേസ് ഡേറ്റയിൽ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രാവൽ ഫോം ഉണ്ട്. ഇത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി. നമ്മുടെ പ്രിൻ്റ് പ്രിവ്യൂ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുക്കണമുണ്ട്. പിന്നെ നമ്മുടെ ടെമ്പററി അഡ്വാൻസിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ TA ആപ്ലിക്കേഷൻ നമ്മളെ ഫോം ഉണ്ട്, ഫോം B ആണ്. അപ്പോൾ ഈ ഫോം B ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക, സൈൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഡിക്ലറേഷനും അതിൻ്റെ കൺസെൻറ്റും അടക്കം എല്ലാം അവിടെ ജനറേറ്റ് ആവും. അപ്പോൾ ഇതിന് വേറെ ഒന്നുണ്ട്, നമ്മുടെ ഹയർ ഓഫീസർക്ക് ടെമ്പററി അഡ്വാൻസ് സാങ്ഷനിങ് ഓർഡർ കൂടെ ഫോം F ആണ്, അതും കൂടി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കേണ്ടതല്ല, പക്ഷേ അവരെ സഹായിക്കാൻ വേണമെങ്കിൽ ഇതും കൂടെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ നമ്മൾ ഹയർ ഓഫീസർ കുറെ കൂടെ എളുപ്പമായിരിക്കും. ആ സംവിധാനങ്ങളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഇത് കൊടുക്കേണ്ടതില്ല. അപ്പോൾ അതിനൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടെമ്പററി അഡ്വാൻസിൻ്റെ ഇത് കൊടുക്കേണ്ട നമ്മൾ ഡ്രായിങ് ഓഫീസർ സമർപ്പിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്ന, അതായത് ജീവനക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്ന തുക എത്രയാണ്, അതുപോലെ അയാൾക്ക് എലിജിബിൾ ആയിട്ടുള്ള തുക എത്രയാണ്, ഇതെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിലവിലുള്ള സർക്കാർ ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിൽ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഈ 3 എണ്ണത്തിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് ടെമ്പററി അഡ്വാൻസിന് വേണ്ടുന്നത്. നോൺ റീഫണ്ടബിൾ അഡ്വാൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വേറെയാണ്, അത് ഫോം B1 ആണ്. അപ്പോൾ ഈ ഫോം B1 ഉണ്ട്, ജസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രം മതി. പ്രിൻ്റ് ഔട്ട് എടുക്കുക, സൈൻ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ നോക്കുമ്പോൾ തന്നെ അറിയാം, 2, 3, 4 പേജേ ഉള്ളൂ. അതുപോലെ നമുക്ക് നമ്മുടെ ടെമ്പററി അഡ്വാൻസ് NRI ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ അതും ഇവിടെ വന്നിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേക ഫോമുണ്ട്. അപ്പോൾ അതും നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇത് വലിയ ഒരു കാര്യം. ട്രഷറിയിൽ സമർപ്പിക്കുമ്പോൾ ട്രഷറിയിൽ ഇതിന് വേണ്ടി പ്രത്യേക ബില്ലാണ്, ആ ബിൽ ഫോം കൂടി ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ ഫോം N ആണ്.
അപ്പോൾ ആ ഫോം എൻ്റെ ഇതും കൂടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്ത് ട്രഷറി സമർപ്പിച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ കാര്യങ്ങൾ എളുപ്പമാകും. ഇതൊന്നും ശരിക്ക് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ആപ്ലിക്കൻ്റ് കൊടുക്കേണ്ടതല്ല, അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. അപ്പോൾ ഇതും കൂടെ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വായ്പ എടുക്കാനുള്ള പ്രോസസ്സ് കുറേ എളുപ്പമാകും. അപ്പോൾ ഇന്നലെ നമ്മൾ KPPF ഇതാണ്. ഇനി നമ്മൾ വേറെ ഒന്ന് സെലക്ട് ചെയ്താൽ ഇപ്പം നിങ്ങളോട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം ഈ ആപ്ലിക്കേഷന് നോക്കിയാൽ കാണുന്ന ഡാറ്റ ഫോം ഓഫ് ആപ്ലിക്കേഷൻ ഫോർ ടെമ്പററി അഡ്വാൻസസ് അഗൻസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഇൻ കേരള പഞ്ചായത്ത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇവിടെ ഈ KPPF പകരം ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് GPF എന്ന് കൊടുത്താൽ ബാക്കി എല്ലായിടത്തും ഈ പറയുന്ന ഫോം മാറിന്നാൽ ഇവിടെ ഡെപ്പോസിറ്റ് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് എന്നാകും. അതോടൊപ്പം തന്നെ ഈ ഫോം GPF ഫോം അല്ല ഫോം എല്ലാം ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ ഫോം നമ്പരും അതിൻ്റെ റൂളും ഒക്കെ വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇവിടെ ഫോം D എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് ആയപ്പോൾ അത് ഫോം D ആണ്. അതിൻ്റെ C റൂള് EO നമ്പരൊക്കെ ഉണ്ട്. ഇത് നമ്മൾ KPPF മാറിക്കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് വേറെ മാറ്റം വരും. ഇപ്പം നമ്മൾ നോക്കേണ്ട അവിടെ C റൂൾ 28 ഫോം Bയുമാണ്, നേരത്തെ ഫോം D ആയിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ PF ടൈപ്പ് ഓഫ് PF അനുസരിച്ച് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഈ ഫോറങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വരും. ഇതാണ് നമ്മുടെ PF ഡോൺ ക്രിയേറ്റർ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നമുക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. PF ഡോൺ എടുക്കാനുള്ള ഒരുപാട് ടൂൾസുകൾ നമുക്ക് നെറ്റിൽ തപ്പിയാൽ കാണാൻ കഴിയും. അപ്പോൾ അതിനൊക്കെ ഞാൻ പൊതുവേ കണ്ട ഒരു അപാകത, കുറേയധികം കോംപ്ലിക്കേഷൻസ് അതിനകത്തുണ്ടായോ എന്ന് എനിക്കൊരു സംശയം വന്നു. നിങ്ങൾ അതിൽ പരിശോധിക്കുക. ഇത് ആ കോംപ്ലിക്കേഷനുകളെല്ലാം തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരാൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലും ആണ് ഇത് ഡിസൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത്. എനിക്ക് നാളിന്ന് വരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സഹകരണത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. വണക്കം.